നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ കളിയിലെ ഈ വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ വരുന്നില്ല. ഫ്രീ കിക്കും കോർണറും ഒന്നും വേണ്ട വിധത്തിൽ ബ്രസീലിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അതേസമയം അർജൻറ്റീനയൊക്കെ നോക്കൂ, കോർണറുകളിൽ നിന്ന് അവർ കഴിഞ്ഞ കളിയിൽ അടിച്ച ഗോളുകൾ, കോർണറുകളിൽ നിന്ന് 2 ഗോളുകൾ. ഫ്രീ കിക്ക് നിന്ന് മെസ്സി അതിനു മുമ്പ് ഗോൾ അടിച്ചിട്ടുണ്ട്, കോർണറിൽ നിന്ന് അവർ വേറെ ഗോൾ അടിച്ചിട്ടുണ്ട്. ജിയോവാനി ലോച്ചെൽസോ, മെസ്സിയെ കൂടാതെ ലോച്ചെൽസോയുടെ വക ഫ്രീ കിക്കിലൂടെ ഗോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഡെഡ് ബോൾ സിറ്റുവേഷൻസ് നല്ല രൂപത്തിൽ അവരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. ടീം നന്നായിട്ട് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കുക, ഒപ്പം ഇങ്ങനെ കിട്ടുന്ന സെറ്റ് പീസുകൾ കൂടി ഗോളാക്കി മാറ്റുക. ബ്രസീലിന് അത് കഴിയുന്നില്ല. അപ്പം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കേണ്ടായി, ബ്രസീൽ ഡിഡിങ് സ്കോർ ഫ്രം ദി ഡെഡ് ബോൾ, അതൊരു പ്രശ്നമാണോ? സെറ്റ് പീസുകളിൽ നിന്ന് ബ്രസീലിന് ഗോളുകൾ വരുന്നില്ല, അത് നിങ്ങൾക്കൊരു കൺസേൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമുക്ക് ഡെഡ് ബോളിൽ നിന്ന് ഗോളുകൾ നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കതിനുള്ള ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ബെറ്റർ ആവേണ്ടതുണ്ട്. ഞങ്ങൾ നല്ല രൂപത്തിൽ റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്രീ കിക്കും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റിസൾട്ട് വരണം, അത് ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ടീമിനുണ്ട്. അത് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അത് സാധിക്കണം, അത് സാധിക്കുമെങ്കിലാണ് മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ എളുപ്പമാവുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നോർവേയുടെ ഡിഫൻസ്, ബ്രസീലിനെതിരെ ജപ്പാൻ്റെ ഡിഫൻസ് വെച്ചുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തി. അതുപോലെ നോർവേയുടെ ഡിഫൻസ് അത്രത്തോളം മികച്ച പ്രകടനം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡിഫൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആവില്ലേ എന്നുള്ള ഒരു ചോദ്യം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമ്മളിപ്പോൾ സ്ട്രാറ്റജിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പൊസിഷൻ, ഇപ്പോൾ വിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എതിരാളികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കളിക്കുന്നതെങ്കിൽ വിനിക്ക് അസിസ്റ്റ് കൊടുക്കാൻ പറ്റും, ഇൻസൈഡിലാണ് കളിക്കുന്നതെങ്കിൽ ഒരുപാട് ഗോളുകൾ നേടാൻ പറ്റും. ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. മാർട്ടിനെല്ലിയെയും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് കോച്ച് പറയുന്നത്. പറഞ്ഞാൽ കോച്ച് അങ്ങ് എന്താണ് സ്ട്രാറ്റജി എന്ന് തുറന്നു പറയാൻ തയ്യാറായില്ല എന്നർത്ഥം. എന്തായാലും ഇന്നൊരു മികച്ച പ്രകടനം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.